Question 24 നോക്കാം നമുക്ക്. In the given figure, blocks ABC weighs 4, 6 and 8 respectively. Coefficient of sliding friction between any two surfaces is 0.5. The force required to slide the block C with constant speed. കോൺസ്റ്റന്റ് സ്പീഡിൽ ഈ ബ്ലോക്കിനെ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് 0 എന്ന് പറയുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്ന ഫോഴ്സിനെ ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സുകളും അതേപോലെ ഈ റോപ്പിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ടെൻഷനൊക്കെ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു ഫോഴ്സ് എഫ് കൊടുക്കുകയാണെങ്കിൽ ഇതിനെങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ ഈ ഡയറക്ഷനിലേക്ക് സീൻ്റെ മുകളിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്കിതാ ഇവരുടെ ഇടയിൽ ബിക്കും സിക്കും ഇടയിൽ, സിക്കും ഗ്രൗണ്ടിനും ഇടയിൽ, എക്കും ബിക്കും ഇടയിൽ ഉണ്ടാകുന്നൊക്കെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആദ്യം കണ്ടുപിടിക്കാം. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ സി ആൻഡ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ്. സോ ന്യൂവിൻ്റെ വാല്യൂ 0.5 ആണ്. നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും മൊത്തം വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൗണ്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ എ പ്ലസ് ബി പ്ലസ് സി എത്രയാ? 10 18 അല്ലേ? അപ്പോൾ 18 ഇൻറ്റു ജി ചെയ്താൽ 180 വരും. സോ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് 90 ആണ്. അതായത് ഇവിടെ ഉണ്ടാകുന്ന സിയിൽ അനുഭവപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് 90 ന്യൂട്ടൺ ആണ്. ഇനി ബിൻ്റെയും സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ബി ആൻഡ് സി. സോ ഇവിടെ ഈ സി എന്നുള്ള സർഫസിലേക്ക് എക്സൈഡ് ചെയ്യുന്ന മാസുകൾ എത്രയാണ്? എൻ്റെയും ബിൻ്റെ അല്ലേ? എ 4 ആണ്, ബി 6 ആണ് അല്ലേ? അപ്പോൾ ന്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് ബിറ്റ്വീൻ ബി ആൻഡ് സി എടുക്കുമ്പോൾ ന്യൂ 0.5 ആണ്. നോർമൽ റിയാക്ഷൻ 4 + 6 രണ്ട് ബ്ലോക്കിൻ്റെ മാസാണ് സിയിലേക്ക് എക്സൈഡ് ചെയ്യുന്നത്. അപ്പോൾ 10 ഇൻറ്റു ജി എടുക്കുമ്പോൾ 100 വരും. ദാറ്റ് വിൽ ഗീവ് 50 ന്യൂട്ടൺ. സോ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ്, രണ്ടാമത്തെ ആളുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കിട്ടി. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി നോക്കുകയാണെങ്കിൽ ബി എന്നുള്ള സർഫസിൽ എ എന്നുള്ള ആൾ മാത്രമേ ഉള്ളൂ. അയാളുടെ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 4 ആണ്. അപ്പോൾ 4G വരും. ജിയുടെ വാല്യൂ 10 ആയതുകൊണ്ട് 40. ദാറ്റ് വിൽ ഗീവ് 20 ന്യൂട്ടൺ. സോ ഇത്രയും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ സ്ട്രിങ്ങിൽ ഇവിടേക്ക് ടെൻഷൻ ടി അനുഭവപ്പെടുന്നുണ്ട്, ഇവിടേക്കും ടി അനുഭവപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക അറിയോ? സീനെയും ബീനെയും സെപ്പറേറ്റ് ട്രീറ്റ് ചെയ്യുക. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? സീനെ വരയ്ക്കുന്നു. സീൻ്റെ മുകളിലുണ്ടാകുന്ന ഫോഴ്സുകൾ മാർക്ക് ചെയ്യുക. ഇത് സി. ഇങ്ങോട്ട് ഫോഴ്സ് എഫ് പിടിച്ച് വലിക്കുമ്പോൾ ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അതേപോലെ ഈ ഡയറക്ഷനിലേക്ക് ടെൻഷൻ ഉണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന ബ്ലോക്ക് കാരണം ഇത് മുന്നോട്ട് വലിക്കുമ്പോൾ ബ്ലോക്കിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡയറക്ഷനിലേക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡ്യൂ ടു ദ ബ്ലോക്ക് വരുന്നുണ്ട്. സോ എ ബി ഉണ്ട്, എ ബി അല്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് ഡ്യൂ ടു സി ജി ഉണ്ട്, ഗ്രൗണ്ടും സിയും തമ്മിലുണ്ട്, അതേപോലെ ബിയും സിയും തമ്മിലുണ്ട്. സോ എൻ്റെ മുകളിലുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇത്രയും ഫോഴ്സുകൾ സീൻ്റെ മുകളിൽ എക്സൈഡ് ചെയ്യുന്നുണ്ട്. ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യണം. സോ ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡ്യൂ ടു സി ജി എത്രയാണ്? 90 പ്ലസ് ടി പ്ലസ് ഫ്രിക്ഷണൽ ഡ്യൂ ടു ബി സി എത്രയാണ്? 50 ആണ്. ഇതാണ് നമുക്ക് വേണ്ട ആൻസർ. പക്ഷേ നമുക്ക് എന്തറിയില്ല? ടി അറിയില്ല. ടെൻഷൻ എങ്ങനെ കിട്ടും? നിങ്ങൾ ആലോചിക്കുക. ബി എന്നുള്ള ബ്ലോക്ക് എടുക്കുന്നു. ഈ ബി എന്നുള്ള ബ്ലോക്കിനെ നമ്മളിതാ ഇയാൾ ഇതിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമ്പോൾ ബി എന്നുള്ള ബ്ലോക്കിൽ എന്തുണ്ട്? ടെൻഷൻ ഈ ഡയറക്ഷനിലേക്ക് ടെൻഷൻ ഉണ്ട്. അപ്പോൾ ബി എന്നുള്ള ബ്ലോക്കിന് ഈ ടെൻഷൻ ഇങ്ങോട്ടേക്ക് എക്സൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ബി എന്നുള്ള ബ്ലോക്കിൽ ഫ്രിക്ഷൻ പെയർ ആയിട്ടല്ലേ നമ്മൾ സംസാരിക്കുക. ഈ ബോഡീൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് എ, ഫ്രിക്ഷൻ ഓൺ എ ആൻഡ് ബി നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലേ. സോ സീൻ്റെ മുകളിൽ എക്സൈഡ് ചെയ്തിരിക്കുന്ന ഫ്രിക്ഷൻ ഈ ഡയറക്ഷനിലേക്കാണെങ്കിൽ ബീൻ്റെ മുകളിൽ എക്സൈഡ് ചെയ്തിരിക്കുന്ന ഫ്രിക്ഷൻ ഈ ഡയറക്ഷനിലേക്കായിരിക്കും. അതേപോലെ തന്നെ എ എന്നുള്ള ബ്ലോക്ക് ബീൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫ്രിക്ഷൻ ഈ ഡയറക്ഷനിലേക്കായിരിക്കും. സോ ടെൻഷൻ വിൽ ബി സം ഓഫ് ദീസ് ഫ്രിക്ഷൻ ആയിരിക്കും. 50 20 എത്രയാ? 50 20 വിൽ ബി 70 ന്യൂട്ടൺ. സോ ഇവിടെ നിങ്ങൾ എഫ് ഇസ് ഈക്വൽ ടു 90 പ്ലസ് 70 പ്ലസ് 50 ചെയ്താൽ 90 പ്ലസ് 50 140, 140 പ്ലസ് 70 ദാറ്റ് വിൽ ഗീവ് 210 ന്യൂട്ടൺ. 210 ന്യൂട്ടൺ, 210 ന്യൂട്ടൺ ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. നിങ്ങൾ ആ ലോജിക്ക് ഇങ്ങനെയാണ് ആലോചിക്കേണ്ടത്. ഈ ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് വലിക്കുന്ന സമയത്ത് ഈ ബ്ലോക്കിൻ്റെ മുകളിലുണ്ടാകുന്ന ഈ ബ്ലോക്ക് ഇതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ഫ്രിക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. നിങ്ങൾ ആലോചിക്കുന്ന ഒരു ഐഡിയ കൂടി പറയാം. ഈ ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിക്കുമ്പോൾ ഈ ഡയറക്ഷനിലേക്ക് ഫോഴ്സ് എക്സൈഡ് ചെയ്യും, ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് മാറുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്തുന്നത് കേട്ടോ. സോ ദിസ് ഇസ് ദ ഏറ്റവും സിമ്പിളസ്റ്റ് ലോജിക്ക്. ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ആൻസറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അടുത്ത ക്വസ്റ്റ്യൻ മൂവ് ചെയ്യാം.